എന്തുകൊണ്ടത് വർക്കലല്ലേ നിങ്ങൾ 2 പീസ് ഇട്ട് കിടക്കാത്തത്? ചേട്ടൻ ഒരു സ്ത്രീവിരുദ്ധനാണോ? എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ, ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം, ഭയങ്കര നേതാക്കൾ, അവരെ കാണാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവരെ കാണുമ്പോൾ ദേഷ്യം. ഇത് മറ്റുള്ളവർ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് എഴുതുന്ന കമൻറ്റുകൾ കാണുമ്പോൾ അല്ലേ, അത്രയൊന്നും ആയിട്ടില്ല കേരളത്തിൻ്റെ സമൂഹം. വെറും പൊട്ട സമൂഹമാണ്. വർമ്മന് ശേഷം മാധവൻ, അതാണ്. പൊതുവെ ചേട്ടനെ ഒരു ദേഷ്യക്കാരനായിട്ടാണ് വെക്കുന്നത്. എന്തായിരിക്കും ചേട്ടാ കാരണം? എനിക്ക് ദേഷ്യക്കാരനായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കാണാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവരെ കാണുമ്പോൾ ദേഷ്യം വരും. വെരി സിമ്പിൾ. ഓക്കെ. പരിപ്പ് കഴിക്കണം, അതിൻ്റെ മുമ്പിൽ ബീഫ് കറി കൊണ്ടെന്ന് വെച്ചിട്ട് എന്ത് കാര്യം? ചേട്ടാ, രജനീകാന്തിൻ്റെ ജയിലർ, ചേട്ടൻ അതിൻ്റെ ഒരു വലിയ ഭാഗമായിരുന്നു. അപ്പോൾ ആ പടത്തിന് ശേഷം ചേട്ടൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് മനസ്സിലായത് ശരിക്കും ഞാൻ ഗോവയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഗോവയിൽ മുമ്പ് ഞാൻ ചെന്ന് നിൽക്കുന്ന ഒരു ജംഗ്ഷനുണ്ട്. അപ്പോൾ അവിടെ ഒരു 5 പേരൊക്കെ ഒരു ദിവസം വന്നിട്ട് ഹലോ ചേട്ടാ ഫോട്ടോ എടുക്കാൻ പറയുള്ളൂ. ഇതിപ്പോൾ 50 പേര് വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അത്ര ഹിറ്റായിപ്പോയി. ദൈവം സഹായിച്ച് നടന്നു. ഫോട്ടോ ഒക്കെ ഞാൻ എടുക്കും കേട്ടോ. എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ്. പ്രസൻറ്റ് ടൈമിൽ ഞാൻ എന്താ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ട്. ഞാൻ ഷൂട്ടിങ്ങിന് നിൽക്കണമായിരിക്കില്ലേ, ആ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഷൂട്ടിങ് അത് ചെയ്യുക. അപ്പോൾ ആ സമയത്തൊക്കെ ഫോട്ടോ സെൽഫി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യമല്ല, വേണ്ടാന്ന് പറഞ്ഞു അത്രയുള്ളൂ. പിന്നെ എൻ്റെ ഗെറ്റപ്പൊക്കെ പുറത്ത് വിടുക പടത്തിൻ്റെ. പെട്ടെന്ന് ആൾക്കാർ അതൊക്കെ ചേട്ടാ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഒരു സെൽഫി അല്ലേന്ന്. ഇങ്ങനെ കഷണ്ടിക്കായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ വിട്ടാൽ പിന്നെ ഈ പടത്തിൻ്റെ എന്ത് പ്രൊമോഷൻ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ വേണ്ട. രജനീകാന്തിനൊപ്പം അഭിനയിച്ചപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെ രജനി സാറിൻ്റെ കൂടെ അഭിനയിച്ച് ഞാൻ പുള്ളിയുടെ മുന്നേ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വിറക്കണേണ് അഭിനയിക്കുമ്പോൾ. ഞാൻ ഇങ്ങനെ വിറക്കണേണ്, പുള്ളിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാൻ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഈ ഭാവമൊക്കെ ഇങ്ങനെ വിറക്കണം. ആ പുള്ളി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, വിനായകം വർമ്മൻ ഇല്ലേനാ എൻ്റെ ജയിലർ ഇല്ലേന്നാണ് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞത് എന്നോട്. അങ്ങനെയൊക്കെ ഒരു വാക്ക് രജനി സാറിൻ്റെ അന്ന് കിട്ടിയ എന്നെപ്പോലുള്ള ഒരാൾ ഞാൻ പിന്നെയും പറഞ്ഞതാണ്. പറ്റാവുന്ന അത്ര ഞാൻ ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജയിലർ കഴിഞ്ഞിട്ട് സൈൻ ചെയ്യണ പടമാണിത്, തെക്ക് വടക്ക്. അപ്പോൾ ഒന്ന് ശ്രീമാർ, പിന്നെ എൻ്റെ ഫ്രണ്ട് ലാസർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. അപ്പോൾ പുള്ളി ആയിട്ടാണ് ഈ പടം വരുന്നത്. റിട്ടയർഡ് KCB എഞ്ചിനീയർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ക്യാരക്ടർ. പിന്നെ ഡിസൈൻ കാണിച്ച് അതും എനിക്കിഷ്ടമായി. അങ്ങനെ ആഫ്റ്റർ ജയിലർ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വർമ്മൻ കഴിഞ്ഞിട്ട് മാധവൻ, വർമ്മന് ശേഷം മാധവൻ, അതാണ്. ചേട്ടാ, ഇപ്പോൾ കണ്ടുവരുന്ന മലയാളം പടങ്ങൾ തെലുങ്കിലായാലും തമിഴിലായാലും അന്യ സംസ്ഥാനങ്ങളിലായാലും ഒരുപാട് ശ്രദ്ധ മലയാള പടം ഭയങ്കരമായിട്ട് പോപ്പുലർ ഹിറ്റാണ്. നാഷണൽ ലെവലിലൊക്കെ ഭയങ്കര ഹിറ്റാണ്. അപ്പം നമ്മുടെ മലയാളത്തിലെ ഈ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നു. അപ്പോൾ ചേട്ടൻ അതിനെ എങ്ങനെ വിലയിരുത്തും? ഇതിൻ്റെ ഒരു മെയിൻ കാര്യം ഒന്ന്, ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും TV എല്ലാം ഇങ്ങനെ മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലോ, കണ്ട് എല്ലാം മരിച്ചു. ഈ സമയത്ത് എനിക്ക് തോന്നിയതാണ്, എൻ്റെ ഒരു ചിന്തയാണ്, ഇന്ത്യ മൊത്തം ഉള്ള സിനിമ കാണുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി മലയാള സിനിമ എല്ലാവരും കണ്ട്. ഇപ്പോൾ നാഷണൽ ലെവലിൽ OTT പ്ലാറ്റ്ഫോം ആണെങ്കിൽ അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് മലയാള പടത്തിന് ഉണ്ട്. അത് ഈ കൊറോണ ആയിട്ട് അന്നാണ് ഈ നോർത്തിലും സൗത്തിലൊക്കെ ഉള്ള ബാക്കിയുള്ള മലയാള പടം കാണാത്ത ആൾക്കാരെല്ലാം മലയാള പടം കണ്ടുപോയത്. അപ്പം മലയാള പടത്തിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ട് ഭയങ്കര റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് വർക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മലയാള സിനിമക്ക് അത്യാവശ്യം നാഷണൽ ലെവലിൽ തന്നെ മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങി അടുത്ത ഹിറ്റായിരിക്കുന്ന എല്ലാ പടവും നോക്കി കോടിക്കണക്കിന് രൂപകളാണ് ഉണ്ടാക്കുന്നത്. കാശിൻ്റെ ബിസിനസ്സും വന്നിരിക്കുന്നതെല്ലാം പുതിയ പിള്ളേരുമാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സൊന്നും ഇല്ല, എല്ലാം പുതിയ പിള്ളേരാണ്. പക്ഷേ പടം ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നതിലും വലിയ ബിസിനസ്സാണ് നടന്നിരിക്കുന്നത്. അത് മലയാള സിനിമയുടെ യങ് എന്താ പറയുക കമ്മേഴ്സിൻ്റെ പവറാണ്. ചേട്ടാ, നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് യൂത്താണ്. എല്ലാം ലോകത്തിന്റെ അല്ലേ? അതെ, നമ്മുടെ അവര് എടുക്കുന്ന സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നു. അതെ. അപ്പോൾ ഇത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അവർ ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ ശരിക്കും അവർ പഠിക്കാനല്ല പോകുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയതാണ്. ഒരിക്കലും ഈ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടുവിടണം എന്നുള്ളതല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടുവിടുന്നത്. പഠിക്കൽ അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ഒക്കെ ഇതിപ്പോൾ നാഷണൽ സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂളെല്ലാം ഇവിടെയൊക്കെ എല്ലാം ഉണ്ട്, ഇവിടെയുണ്ട്.
വിദ്യാഭ്യാസമൊക്കെ ഇവിടെ ഇരുന്നവർക്ക് ഉണ്ടാക്കാം. അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടുന്ന് നാട് വിടുന്നത്. നിങ്ങൾക്ക് കൊച്ചിയിൽ 12 മണിക്ക് തോപ്പുംപടി പാലത്തിൻ്റെ കൂടെ ഒറ്റക്ക് നടക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ, ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം, ഭയങ്കര നേതാക്കൾ, ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ എന്താ പറയുക, സാംസ്കാരിക നിങ്ങളെ വെല്ലുവിളിക്കാം. നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് തോപ്പുംപടി പാലത്തിൽ 12 മണിക്ക് ഇരുന്നിട്ട് ഷിപ്പ് യാർഡ് കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതിന് മുമ്പ് അപ്പം തന്നെ കഴുകന്മാർ വരും, മാനിയന്മാർ വരും പോക്കാൻ. വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ. അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലായി. നമ്മൾ ഇവിടെ ഇരുന്ന് പഠിച്ച് ഇവരെ ഭർത്താക്കന്മാരെ നോക്കാൻ, അമ്മമാരെ, അതൊന്നും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, പുറത്തോട്ട് പോകാം. അവർക്ക് അവരുടെ 12 മണിക്ക് യൂറോപ്പിലൂടെ നടന്നിങ്ങനെ നടക്കാം, സന്തോഷം നടക്കാം. അതില്ല. അതുകൊണ്ട് പോകുന്ന ഓക്കെ, പഠിക്കാനായിരിക്കാം. പക്ഷേ യുവാക്കൾ മെയിൻലി പുറത്തോട്ട് പോകുന്നത് അവരുടെ സ്പെഷ്യലി സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഇടാനുള്ള അല്ലേ 2 പീസ് ഇട്ട് വർക്കിലേ പോകുമോ? പക്ഷേ 2 പീസ് ഇട്ട് നിങ്ങൾ അമേരിക്കയിൽ പോകണ്ടല്ലോ, ബീച്ചിൽ മയാമിയിൽ നടക്കുമല്ലോ. എന്തുകൊണ്ടത് വർക്കിലല്ലേ നിങ്ങൾ 2 പീസ് ഇട്ട് കിടക്കാത്തത്? കണ്ടില്ലേ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അവിടെയൊക്കെ 2 പീസ് ഇട്ടുണ്ട് ബീച്ചിലേക്കാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ പോകാൻ പറ്റുള്ളവർക്ക്? അത്രയൊന്നും ആയിട്ടില്ല കേരളത്തിൻ്റെ സമൂഹം. വെറും പൊട്ട സമൂഹമാണ്. ഈ പറയണ മാന്യന്മാരുടെ കാര്യമാണ് കേട്ടോ. നിങ്ങൾ 2 പീസ് ഇട്ട് നിങ്ങൾ വർക്കിലെ പോയി കിടന്ന് നോക്കിയാൽ ചുറ്റിനും കിടന്ന് കറങ്ങും ആൾക്കാർ. മാന്യന്മാരാണ് കേട്ടോ, ഭയങ്കര മാന്യന്മാരാണ്. അപ്പോൾ ഇവർ പുറത്തോട്ട് പോകുന്നത് സ്വാതന്ത്ര്യം ജീവിക്കുക. ആയക്കൂടി ഇത്ര നാളുള്ളെന്ന് നമ്മൾ ഈ പറയണതൊക്കെ പട്ടപ്പട്ടാന്ന് പറഞ്ഞ് പോകും. എനിക്ക് അവാർഡ് കിട്ടിയിട്ട് 7 കൊല്ലം ഞാൻ ഇന്നാണ് ആലോചിക്കുന്നത്. എനിക്ക് അധികം 7 കൊല്ലം സമയം അത്ര ഉള്ളൂ. മരണം വരെ സന്തോഷിക്കുക. അതുകൊണ്ടാണ് പിള്ളേർ പോണത്. നല്ല ക്വസ്റ്റ്യനായിരുന്നു. എൻ്റെ അറിവ് ഇതാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നാട് വിട്ടു പോണേ. ചേട്ടൻ ഒരു സ്ത്രീവിരുദ്ധനാണോ? ചോദിക്കുമ്പോൾ തന്നെ പേടിപ്പിക്കണേണല്ലോ. എന്താണ് അങ്ങനത്തെ ചോദ്യം? എന്താ മനസ്സിലായില്ല. എന്താണ് ഉദ്ദേശം? സ്ത്രീവിരുദ്ധൻ എന്ന് എന്നെക്കുറിച്ച് നിങ്ങൾ പറയാൻ കാര്യം? ചേട്ടാ, ഈ സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ചേട്ടനോടുള്ള സ്ത്രീകളുടെ ഒരു, അതായത് മറ്റുള്ളവർ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് എഴുതുന്ന കമൻറ്റുകൾ കാണുമ്പോൾ അല്ലേ, ഇല്ല, ഞാൻ ഒരിക്കലും സ്ത്രീവിരുദ്ധനല്ല. കാരണം എൻ്റെ കൂടെ ഉണ്ടായ ഒരു സ്ത്രീ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ, ഒരു സ്ത്രീ ഇതുവരെ പോയിട്ടില്ല. പുതിയ സ്ത്രീകളെ അങ്ങനെ അടുപ്പിക്കാറ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീ വരെ എന്നെ വിട്ട് ഇതുവരെ പോയിട്ടില്ല. ഒരിക്കലും ഞാൻ സ്ത്രീവിരുദ്ധനല്ല. അത് ഞാനായിട്ട് സംസാരിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിലും, എൻ്റെ കൂടെ നടന്നിട്ടുള്ള സ്ത്രീകളാണെങ്കിലും, എൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുള്ള എല്ലാ സ്ത്രീകളും വീണ്ടും വീണ്ടും എൻ്റെ കൂടെ, ഈവൻ അഭിനയിച്ച സ്ത്രീകൾ വരെ, ചേട്ടാ ഞങ്ങൾ അടുത്ത പടത്തിൽ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത് വീണ്ടും വീണ്ടും ആഗ്രഹമുണ്ട്. ഒരിക്കലും ഞാൻ സ്ത്രീവിരുദ്ധനല്ല. ചേട്ടാ, മാല കണ്ടിട്ട് ചോദിക്കുവാണ്, ഓമിൻ്റെ ലോക്കറ്റ്, പിന്നെ ജപമാല പോലെ തോന്നുന്നു. അപ്പോൾ വിശ്വാസിയാണോ? വിശ്വാസിയാണ്, വളരെ വിശ്വാസിയാണ്. അറിവ് ദൈവമായിട്ട് വിശ്വസിക്കുന്നവർത്തിനാണ്. അപ്പോൾ അറിവ് എല്ലാ ദിവസവും കിട്ടണേ എന്നുള്ള ഒരു അല്ലേ, നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അറിവ് കിട്ടണം. പിന്നെ കണക്കുകളുണ്ട് കുറേ. ഇത് വലിയൊരു ടോപ്പിക്ക്, എനിക്കത് ചെറുതായിട്ട് പറയാൻ പറ്റില്ല. ഒറ്റ ചോദ്യം, ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ. ഞാൻ വളരെ വലിയ വിശ്വാസിയാണ്. ചേട്ടാ, ഓൾറെഡി ഒരു പടം അനൗൺസ് ചെയ്തല്ലോ, ഡയറക്ഷൻ. അത് ഉടനെ പ്രതീക്ഷിക്കാവോ? ഞാൻ എൻ്റെ മ്യൂസിക് അന്ന് അത് റെഡിയായി വന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ എഴുതി വന്നിരുന്നപ്പോൾ അത് ഞാൻ ആദ്യം നാട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ച പടം, ഞാൻ മുന്നേ പറഞ്ഞതാ, നാട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ച പടം. പക്ഷെ അത് എഴുതി വന്നപ്പോൾ ഇത്തിരി വലിയ പടം. പിന്നെ മ്യൂസിക് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കത് രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് കുറച്ച് വലുതായിട്ട് ചെയ്യാം. മ്യൂസിക് ഞാൻ തന്നെ അതിൽ മ്യൂസിക് ഇതിപ്പോൾ പഴയത്, അഭിനയം, മെയിൻ ഹീറോ, മെയിൻ ക്യാരക്ടർ, മ്യൂസിക്, ഡയറക്ഷൻ, ഹാഫ് ഓഫ് പ്രൊഡക്ഷനും ഞാൻ തന്നെ ആയിരിക്കും ആ പടത്തിൻ്റെ ചെയ്യണത്. വെരി സൂൺ ഉണ്ടാവും. ദൈവം സഹായിച്ച ഇയറിൻ്റെ എൻഡിൽ അനൗൺസ് ചെയ്യും വീണ്ടും വിത്ത് പോസ്റ്റർ. വെരി സൂൺ ഉണ്ടാകും. ചേട്ടാ, 38 ദിവസത്തെ ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അഞ്ജന ടാക്കീസ് അല്ലേ, വാട്സ് സ്റ്റുഡിയോ, ശ്രീകുമാറിൻ്റെ പ്രൊഡക്ഷനായിട്ട് വളരെ സന്തോഷമായിരുന്നു. ഫിലിപ്പ്, അഞ്ജന ഫിലിപ്പ്, ശ്രീകുമാർ, എല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. എന്നെ അവർ കൃത്യമായിട്ട് എന്നെ അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒന്നും പറയാനില്ല, കുറ്റം. നല്ലതായിരുന്നു, വളരെ നന്നായി. 38 ദിവസം ചെയ്ത് ഞാൻ അറിഞ്ഞിട്ടില്ല, അതാണ് എൻ്റെ ഒരു സത്യം. ഞാൻ ശരി, പേരെന്താപ്പാ? മറന്നുപോയതാണ്. താങ്ക് യു. ഓക്കെ.